Hello guys, welcome to my YouTube channel Something Fishy Vlogs. എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഒരു എയർ പമ്പിൻ്റെ ആണ്. RS ഇലക്ട്രിക്കൽസിൻ്റെ RS 390 എന്നുള്ളൊരു മോഡലാണ്. ഞാൻ സാധാരണയായിട്ട് അക്വേറിയം ഒട്ടുമിക്കവരും അക്വേറിയം ഷോപ്സിൽ നിന്നൊക്കെ ആയിരിക്കും എയർ പമ്പൊക്കെ വാങ്ങാം. അപ്പോൾ അക്വേറിയം ഷോപ്സിൽ നിന്ന് അധികം അത് ഒരു ഗ്യാരണ്ടി ഒന്നും അവർ തരാറില്ല. സാധാരണ ഓക്കെ 240 250 റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്കിത് വാങ്ങാൻ പറ്റുക. അപ്പോൾ മാക്സിമം ഒരു 6 months അല്ലെങ്കിൽ 6-8 months ഒക്കെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ വാങ്ങാറ് പതിവ്. അപ്പോൾ ഞാനും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയൊരു റിസൾട്ടാണ് ഈ RS ഇലക്ട്രിക്കൽസിൻ്റെ ഈ പമ്പ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആമസോൺ വഴി വാങ്ങി. ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ ഞാനത് വാങ്ങിയിട്ട്. 399 എത്രയാണ് എനിക്ക് ആയത്. അപ്പോൾ ഇതുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു എഴുതിയിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ്, അതുപോലെ തന്നെ ലോ നോയ്സ് ആണ്, ബിഗ് ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം സാധാരണ ഒരു എയർ പമ്പും ഈ RS 390 എന്നുള്ള പമ്പിൻ്റെ വ്യത്യാസം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു പമ്പാണ് RS 3, വേറൊരു നോർമൽ എയർ പമ്പാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്കറിയാം. ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ പുതിയ പ്രോഡക്റ്റിൻ്റെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കി നോക്കും. നല്ലൊരു ക്യൂട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കംഫർട്ടബിളാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് 2 ഔട്ട്ലെറ്റ്, അത് ഒരേ സമയം നമുക്ക് 2 അക്വേറിയത്തിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് ഞാൻ ഈ ടാങ്കിലേക്ക് കണക്ട് ചെയ്ത് നോക്കും. നല്ല ഔട്ട്പുട്ട്, നല്ല റിസൾട്ടാണ്. ഓക്കെ, പിന്നെ സൗണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗണ്ട് തീരെ ഇല്ല, സൗണ്ട് വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു ഔട്ട്ലെറ്റ് ഓക്കെ ഞാൻ ഈ ചെറിയ പമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമയം തന്നെ ഒറ്റൊരു പമ്പ് വെച്ചിട്ട് 2 അക്വേറിയത്തിലേക്ക് എയർ സപ്ലൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 എയർ പമ്പ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമുക്കിതിൽ 3 മീറ്ററിൻ്റെ ട്യൂബാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് 2 പമ്പിലേക്ക് 2 ഔട്ട്ലെറ്റിലേക്കും കൊടുക്കാം. പിന്നെ 5 വാട്ടിൻ്റെ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് മിനിമം ഒരു 2 years എങ്കിലും നമുക്ക് ഈ ഒരു പമ്പ് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.